ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ മാത്സിന്റെ വീക്ക്ലി ടെസ്റ്റിലെ എട്ടാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ എല്ലാവരും അത് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവർക്കും അതിന്റെ ആൻസേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മള് പെർസെന്റേജുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഇട്ടിരുന്നത്. പെർസെന്റേജ് നമ്മൾ തറവാക്കി പോവാണ്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആ ഒരു ഭാഗത്ത് നിന്നായതുകൊണ്ട് അത് കുറച്ചുകൂടെ തറവാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇപ്പൊ എല്ലാവർക്കും അടിപൊളിയുടെ ആൻസേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അല്ലെ? എന്തായിരുന്നു? ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റൻ ആയിരുന്നു. ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ആ ടേബിളിനകത്ത് എന്താണുള്ളത്? മൂന്ന് ഗ്രൗണ്ടുകളിൽ നടന്ന മാച്ചസിന്റെ എണ്ണമാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലെ? അതും 3 മാസങ്ങളിൽ അല്ലെ? 3 ഗ്രൗണ്ടുകൾ, ഗ്രൗണ്ട് എ, ഗ്രൗണ്ട് ബി, ഗ്രൗണ്ട് സി എന്നീ 3 ഗ്രൗണ്ടുകളിൽ ജനുവരി മുതൽ ഏപ്രിൽ വരെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസങ്ങളിലായിട്ട് നടന്ന എന്തിന്റെ എണ്ണം? കളികളുടെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ അതില് ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് പ്ലേഡ് ഇൻ ഓൾ 3 ഗ്രൗണ്ട്സ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച് ആർ വാട്ട് പേഴ്സൺ അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് ബി ആൻഡ് സി ടുഗദർ ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 3 ഗ്രൗണ്ടുകളിലും മാർച്ച് മാസത്തിൽ നടന്ന കളികളുടെ എണ്ണം എത്ര കുറവാണ് ഏതിനേക്കാൾ? ബിയിലും സിയിലും നടന്നതിനേക്കാൾ എത്ര കുറവാണ്? ആ കുറവിന്റെ പെർസെന്റേജ് എത്രയും എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാർച്ച് മാസത്തിൽ ഈ 3 ഗ്രൗണ്ടുകളിലും കൂടെ നടന്ന മൊത്തത്തിലുള്ള എന്ത് കണ്ടുപിടിക്കുക? കളികളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇവിടെ എത്രയൊക്കെയാണ്? ഗ്രൗണ്ട് എയില് 90 കളികൾ മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ബിയിൽ 80 കളികൾ, ഗ്രൗണ്ട് സിയിൽ 60 കളികൾ. അപ്പൊ മൊത്തത്തിൽ കൂടുമ്പോൾ എത്ര കിട്ടുക? 230 കളികളാണ് ഗ്രൗണ്ട് 3 ഗ്രൗണ്ടിലും കൂടെ മാർച്ച് മാസത്തിൽ നടന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 230 എന്നുള്ളത് നമ്മൾ എടുത്ത് മനസ്സിലാക്കി വെക്കാം അല്ലെ? നമ്മൾ എഴുതി വെക്കാം വേണമെങ്കിൽ. അപ്പൊ 3 ഗ്രൗണ്ടുകളിലും കൂടെ നടന്ന ടോട്ടൽ കളികളുടെ എണ്ണം എത്രയാണ്? 230 അത് നിങ്ങൾ ഏത് മാസത്തില്? മാർച്ച് മാസത്തിൽ അല്ലെ? അപ്പൊ അത് ജസ്റ്റ് ഇവിടുന്ന് എഴുതി വെക്കാം. അത് മാർച്ച് മാസത്തിലാണെന്നോ 3 ഗ്രൗണ്ടുകളിലും കൂടെ ആണെന്നോ ഇതൊന്നും എഴുതാൻ നിൽക്കണ്ട. കാരണം നമുക്ക് സമയം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അതിലേക്ക് മെനക്കെടാൻ നിൽക്കണ്ട. ഓക്കെ, ജസ്റ്റ് 230 എന്ന് മാത്രം അവിടെ എഴുതാം. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കണേ? ഗ്രൗണ്ട് ബിയിലും സിയിലും കൂടെ ഫെബ്രുവരിയിൽ നടന്ന കളികളുടെ ടോട്ടൽ എണ്ണം എത്രയെന്നുള്ളത് കാണും. ഫെബ്രുവരിയിൽ ഗ്രൗണ്ട് ബിയിലും സിയിലും കൂടെ അല്ലെ? അതായത് എത്രയൊക്കെയാണ്? 112, 128 ആണ്. അപ്പൊ 112, 128 കൂടെ കൂട്ടാം അല്ലെ? 112, 128 കൂടെ കൂട്ടുമ്പോ എത്ര വരിക? 8, 2, 10 അല്ലെ? ബാക്കി 1 വരുമ്പോ 4, 240 കളികൾ. 240 എന്താണ് മാച്ചസ് ഇവിടെ നടന്നിട്ടുണ്ട്? ബിയിലും സിയിലും കൂടെ നടന്നിട്ടുണ്ട്. 230 മാച്ചസ് ആണ് ഗ്രൗണ്ട് ബിയില് മൊത്തം ഈ മാസങ്ങളിലെല്ലാം, സോറി, എതിരാണ് മാർച്ച് മാസത്തില് ഗ്രൗണ്ട് എയിലും ഗ്രൗണ്ട് ബിയിലും ഗ്രൗണ്ട് സിയിലും കൂടെ നടന്നിരിക്കുന്നത് അല്ലെ? മാർച്ച് മാസത്തില് ഗ്രൗണ്ട് എയിലും ഗ്രൗണ്ട് ബിയിലും ഗ്രൗണ്ട് സിയിലും കൂടെ 230 കളികൾ ആൻഡ് ഗ്രൗണ്ട് ബി ആൻഡ് സിയില് ഫെബ്രുവരിയിൽ 240 കളികൾ നടന്നു. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 240 മൈനസ് 230, 10 കളികളുടെ ഡിഫറൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ ഡിഫറൻസ് എത്രയെന്നുള്ളത് കണ്ടുപിടിച്ചു. കാരണം എത്ര ലെസ് ദാൻ ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് കുറവ്? 240 കളികളാണ് എവിടെ? ബിയിലും സിയിലും കൂടെ ഫെബ്രുവരിയിൽ നടന്നിരിക്കുന്നത്. മാർച്ച് മാസത്തില് 3 ഗ്രൗണ്ടുകളിലും കൂടെ 230 കളികൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ മാർച്ച് മാസത്തിൽ നടന്ന കളികളുടെ എണ്ണം എത്ര കുറവാണ്? അല്ലെ? വിത്ത് റെസ്പെക്ട് ടു നമ്മൾ 10 എന്ന് മുകളിൽ എഴുതി, പെർസെന്റേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെന്റേജ് കാണുന്നത്? ഗ്രൗണ്ട് ബിയിലും സിയിലും കൂടെ മൊത്തത്തിൽ എത്ര കളികൾ നടന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ താഴെ എന്താ എഴുതേണ്ടത്? 240 എന്നാണ് താഴെ എഴുതേണ്ടത്. കാരണം ഗ്രൗണ്ട് ബിയിലും സിയിലും കൂടെ ഫെബ്രുവരിയിൽ 240 കളികളാണ് നടന്നേക്കുന്നത്. 240 ഇൻറ്റു 100 ചെയ്ത നമ്മുടെ ആൻസർ ആയി. അപ്പൊ അതിനെ വെട്ടിക്കളയാനാകുമ്പോൾ വേണമെങ്കിൽ വെട്ടിക്കളയാം അല്ലെ? ഇവിടെ 0 പോയി. 100/24, 100/25 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 100/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ആണ് അല്ലെ? 100/25 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ 100/24 എന്ന് പറയുമ്പോൾ 4നേക്കാൾ ജസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അവിടെ നമുക്ക് ഡൗട്ട് ഒന്നും വരണം. എത്ര പെർസെന്റേജ് ആണ്? 4% ആണ്. കാരണം 4നേക്കാൾ കൂടുതൽ പിന്നെ 6, 7 ഒക്കെയാണ്. 6, 7 എന്തായാലും വരിക അല്ലെ? 24 100 പ്രാവശ്യം പോകും ഏകദേശം 24 ഇൻറ്റു 4 എത്ര കിട്ടും? 96 കിട്ടും. 24 ഇൻറ്റു 5 120 വരിക. അപ്പൊ പിന്നെ എന്തായാലും 4% ആണ്. അപ്രോക്സിമേറ്റ്ലി 4% ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ കറക്റ്റ് ആണ്. അപ്രോക്സിമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഏകദേശ ഒരു വാല്യൂ എഴുതി വെച്ചാൽ മതി. സോ എത്രയായിരിക്കും ഇവിടുത്തെ വരിക? 4% ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ എന്തിന്റെയാണോ, എന്ത് ഡിഫറൻസ് ആണോ കാണുക, ആ ഡിഫറൻസ് മുകളിൽ എഴുതാം. വിത്ത് റെസ്പെക്ട് ടു എന്തിനെയാണ് കാണുന്നത് എന്നുള്ളത് താഴെ എഴുതാം. ഇൻറ്റു 100 എഴുതാം. ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള എന്താ പറയാ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോകുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഓഗസ്റ്റ് ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് എ are 20% less than that of the matches played in same ground in February എന്നാ പറയുന്നത് അല്ലെ. What is the number of matches played in ground A in August എന്നാണ് ചോദിച്ചത്. അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ് ഓഗസ്റ്റ് മാസത്തിലെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓഗസ്റ്റ് മാസത്തിലെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഹിന്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട് അല്ലെ. ഓഗസ്റ്റ് മാസത്തില് ഗ്രൗണ്ട് എയില് മൊത്തത്തിൽ നടന്ന കളികൾ 20% കുറവാണ് എന്തിനേക്കാൾ? അതേ ഗ്രൗണ്ടില് അല്ലെ, ഗ്രൗണ്ട് എയില് ഏത് മാസത്തിൽ നടന്ന കളികളേക്കാൾ ഫെബ്രുവരിയിൽ നടന്ന മാച്ചസിനേക്കാൾ 20% കുറവാണെന്നാണ്. ഫെബ്രുവരിയിൽ അപ്പൊ എത്ര മാച്ചസ് നടന്നിട്ടുണ്ട് ഗ്രൗണ്ട് എയില്? യെസ്, പുസ്തകത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഗ്രൗണ്ട് എയില് നമ്മുടെ ഫെബ്രുവരിയിൽ നടന്ന കളികളുടെ എണ്ണം എത്രയാണ്? 120 അല്ലെ. ഗ്രൗണ്ട് എയില് 120 കളികൾ നടന്നു. അതിന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരിക? 120ന്റെ 20% എത്രയായിരിക്കും? 120 10% 12 ആയിരിക്കും അല്ലെ. അപ്പൊ എത്രയായിരിക്കും 20%? അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ 10% 12 ആയിരിക്കും. അപ്പൊ 20% എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി 24 ആയിരിക്കും. അപ്പൊ 120നേക്കാൾ 24 കുറവ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 120നേക്കാൾ 20 കുറഞ്ഞാൽ 100 ആയി. ഒരു 4 കൂടെ കുറഞ്ഞാൽ എത്രയായി? 96 ആയി. അപ്പൊ എത്ര കളികളായിരിക്കും ഓരോരുത്തർ കളിച്ചിട്ടുണ്ടാവുക? 96 കളികളായിരിക്കും എവിടെ? ഗ്രൗണ്ട് എയില് ഓഗസ്റ്റ് മാസത്തിൽ കളിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. സോ ഗ്രൗണ്ട് എയില് ഓഗസ്റ്റ് മാസത്തിൽ 96 മാച്ചസ് ആണ് പ്ലേ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് എ ആൻഡ് ബി ടുഗദർ ഇൻ ഫെബ്രുവരി ആർ വാട്ട് പെർസെന്റ് മോർ ദാൻ ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് സി ഇൻ ഏപ്രിൽ എന്നാ ചോദിച്ചേക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രൗണ്ട് എയിലെയും ബിയിലെയും കൂടെ എന്ത് കണ്ടുപിടിച്ചു? ഫെബ്രുവരി മാസത്തിൽ എത്ര കളികൾ മൊത്തത്തിൽ കളിച്ചിട്ടുണ്ടെന്ന് നോക്കി. ഗ്രൗണ്ട് എയിലും ബിയിലും കൂടെ. ഇപ്പൊ ഗ്രൗണ്ട് എയിലും ബിയിലും കൂടെ 120 പ്ലസ് 112 അല്ലെ. ഫെബ്രുവരി മാസത്തിൽ 120 പ്ലസ് 112 എത്ര വരിക? 120 112 കൂട്ടുമ്പോ 232 എന്ന് കിട്ടും അല്ലെ. 120 112 കൂടെ കൂട്ടുമ്പോൾ 232 അല്ലേ കിട്ടുന്നത്? യെസ്. അപ്പൊ 232 കളികളാണ് ഫെബ്രുവരിയില് ഗ്രൗണ്ട് എയിലും ബിയിലും കൂടെ കളിച്ചിരിക്കുന്നത്. 232 അല്ലെ. ഓക്കെ, ഇനിയോ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് സി ഇൻ ഏപ്രിൽ. സിയില് ഏപ്രില് എത്ര കളികളാണ് കളിച്ചേക്കുന്നത്? 160 കളികളാണ് കളിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ 232 മൈനസ് 160 നമ്മൾ ചെയ്തു. 232 160 എത്ര കിട്ടാൻ നോക്കി? 2 0 പോയ 2 അല്ലെ. 3 6 പോയില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു. അപ്പൊ 13 6 പോയ 7 അല്ലെ. ഇപ്പൊ 72 കളികളാണ് മൊത്തത്തിൽ കളിച്ചിരിക്കുന്നത്. സോ ആ 72 മുകളിൽ എഴുതുക. സോറി, ആ ഡിഫറൻസ് എത്രയാണ്? 72. അപ്പൊ എത്ര കളികളാണ് കൂടുതൽ കളിച്ചിരിക്കുന്നത്? 72 കളികളാണ് എവിടെ? നമ്മുടെ ഗ്രൗണ്ട് എയിലും ബിയിലും കൂടി ചേർത്ത് ഫെബ്രുവരിയിൽ കളിച്ചിരിക്കുന്നത്. സോ ആ 72 മുകളിൽ എഴുതുക. നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്തേ? നമ്മുടെ ഗ്രൗണ്ട് സിയില് ഏപ്രിലിൽ കളിച്ച കളികളുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പയർ ചെയ്തത്. സോ 160 എന്നുള്ളത് താഴെ എഴുതുക. ഇൻറ്റു 100 എഴുതുക. അപ്പൊ 160ന്റെ എത്ര പെർസെന്റേജ് ആണ്? 72 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കത് ചെറുതാക്കാം. ആദ്യം ഇവിടെ 0 0 വെട്ടിപ്പോയി. 16 10 നമുക്കറിയാം എത്രയിൽ പോവും? എന്തിലാ പോവാ? 16 10 2 പോവും അല്ലെ. അപ്പൊ 16 2 8 പ്രാവശ്യം ആൻഡ് 10 2 5 പ്രാവശ്യം അല്ലെ. 72 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം പോവും. അങ്ങനെ 9 ഇൻറ്റു 5 എത്രയാണ് കിട്ടുക? 45% ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവാം. ഓക്കെ, ഇതില് നമ്മുടെ ഗ്രൗണ്ട് എയിലും ബിയിലും കൂടെ ഫെബ്രുവരിയിൽ മൊത്തം കളിച്ച കളികൾ എത്ര പെർസെന്റേജ് കൂടുതലാണ്? 45% കൂടുതലാണ്. എന്തിനേക്കാൾ? ഏപ്രിലില് ഗ്രൗണ്ട് സിയിൽ കളിച്ച മാച്ചസിനേക്കാൾ 45% കൂടുതലാണ്. സോ ക്ലിയർ ആണല്ലോ. അപ്പം ഏപ്രിൽ ഗ്രൗണ്ട് സിയിൽ കളിച്ച കളികളുടെ എണ്ണം താഴെ എഴുതുക. പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെ? ഗ്രൗണ്ട് സിയിൽ ഏപ്രിലിൽ കളിച്ച കളികളുടെ എണ്ണവും ഗ്രൂപ്പ് ഗ്രൗണ്ട് എയിലും ബിയിലും കൂടെ വന്നിട്ട് ഫെബ്രുവരിയിൽ കളിച്ച മൊത്തം മാച്ചിന്റെ എണ്ണവും ഡിഫറൻസ് മുകളിൽ എഴുതാം. ഡിവൈഡഡ് മറ്റേ ഓക്കെ, നമ്മൾ ഓൾറെഡി താഴെ എഴുതുന്ന സാധനം പറഞ്ഞല്ലോ. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പെർസെന്റേജ്. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഇതൊരു ഐഡിയ മനസ്സിലാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പെർസെന്റേജ് ഡിക്രീസ് ഓഫ് നമ്പർ ഓഫ് മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് എ ഇൻ ഫെബ്രുവരി ടു മാർച്ച് അല്ലെ. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഞാൻ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ ഫെബ്രുവരിയുടെ കളികളുടെ എണ്ണം അല്ലെങ്കിൽ മാച്ചസിന്റെ എണ്ണമാണ് നിങ്ങൾ താഴെ എഴുതുന്നത്. കാരണം ഫെബ്രുവരിനെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോൾ ഗ്രൗണ്ട് എയിൽ ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോൾ എത്ര കളികളാണ് കൂടിയിരിക്കുന്നത് നോക്കി. ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് വരുമ്പോൾ എത്ര കളികൾ കുറഞ്ഞു? 120 90 ആയി മാറി. എത്ര കളികളാണ് കുറഞ്ഞത്? 30 കളികൾ കുറഞ്ഞു അല്ലെ. 30 എന്ന് താഴെ എഴുതാം.
ഡിവൈഡഡ് ബൈ എന്ത് 120. കാരണം ഫെബ്രുവരിയിൽ കമ്പയർ ചെയ്യണ്ടേ ഏതിന് വെച്ചല്ല, മാർച്ചിന് വെച്ചല്ല. വെച്ചല്ല. കാരണം മാർച്ചിലേക്ക് വരുമ്പോഴേക്ക് എത്ര കളികൾ കുറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത്, എത്ര പെർസെന്റേജ് കുറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫെബ്രുവരിയുടെ ഇതാ താഴെ എഴുതുന്നത്. അപ്പൊ ഫെബ്രുവരിയിലെ കളികളുടെ എണ്ണം എത്രയാണ്? 120 അല്ലെ? 30/120 ഇൻറ്റു 100 എന്ന് എഴുതാം. സോ നമുക്കറിയാം 30 120 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 100/4 എത്ര കിട്ടാം? 25% ആയിരിക്കും ആൻസർ. സോ ഇവിടെ ആൻസർ എത്രയാ? 25%. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. 120 എന്ന് പറയുന്ന അല്ല 30ന്റെ 4 ഇരട്ടിയാണ് 120. സോ നമുക്ക് 4 ഇരട്ടി കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ 4 വെച്ച് ഹരിക്കുന്ന സാധനങ്ങളൊക്കെ എത്ര പെർസെന്റേജ് ആയിരുന്നു? 25% ആയിരുന്നു. അപ്പൊ അങ്ങനെയും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ മെയ് മാസത്തില് ടോട്ടൽ മാച്ചസ് പ്ലേഡ് ഇൻ ഗ്രൗണ്ട് സി are 30% more than that of the matches played in same ground in January. ഗ്രൗണ്ട് സിയില് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയുള്ള ചോദ്യം അല്ലെ? ഗ്രൗണ്ട് സിയില് ജനുവരിയില് അതേ ഗ്രൗണ്ടിൽ കളിച്ച കളികളേക്കാൾ 30% കൂടുതലാണ് ഏത് മാസത്തില്? മെയ് മാസത്തില് മാച്ചസ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഗ്രൗണ്ട് സിയിൽ മെയ് മാസത്തിൽ കളിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തിന്റെ 30% കണ്ടുകൂട്ടണം? ഏതിന്റെ 30% കാണണ്ടേ? നമ്മുടെ ഗ്രൗണ്ട് സിയിൽ ജനുവരിയിൽ കളിച്ച കളികളുടെ എണ്ണം നോക്കി. ഗ്രൗണ്ട് സിയിൽ ജനുവരിയിൽ കളിച്ച കളികളുടെ എണ്ണം 150 ആണ്. 150 30% എത്രയായിരിക്കും? യെസ്, 45 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ അറിയല്ലോ. 10% 15 ആണ്. അപ്പൊ 30% എന്ന് പറയുമ്പോൾ 45 ആയിരിക്കും. സോ കൂടുതൽ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ മോർ ദാൻ എന്ന് പറയുമ്പോൾ കൂട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ 150 45 കൂടെ കൂട്ടുമ്പോൾ 195 കളികളായിരിക്കും അവർ എവിടെ കളിച്ചിട്ടുണ്ടാവാം? ഗ്രൗണ്ട് സിയില് മെയ് മാസത്തില് മാച്ചസ് നടന്നിട്ടുണ്ടാവാം. അപ്പൊ 195 മാച്ചസ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? എ കാൻഡിഡേറ്റ് ഹാസ് ടു ഒബ്റ്റെയിൻ മിനിമം 30% ഓഫ് ദ ടോട്ടൽ മാർക്സ് ടു പാസ്. അല്ലെ? എത്ര മാർക്ക് കിട്ടിയാലാണ് ആൾ ജയിക്കാം? 30% കിട്ടിയാലാണ് ജയിക്കാം. പക്ഷെ അയാൾക്ക് എത്ര പെർസെന്റേജ് കിട്ടി? 20% കിട്ടി. പക്ഷെ അയാൾ എത്ര മാർക്കിന് തോറ്റു? 20 മാർക്കിന് തോറ്റു അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ 20%-നോടൊപ്പം 20 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അയാൾക്ക് എത്ര പെർസെന്റേജ് കിട്ടുമായിരുന്നു? ജയിക്കണമെങ്കിൽ എത്ര പെർസെന്റേജ് വേണ്ട? 30% ജയിക്കുമായിരുന്നു അല്ലെ? ജയിക്കണമെങ്കിലുള്ള 30% കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ 20% മാർക്കിനോടൊപ്പം അല്ലെ ഒരു 20 മാർക്കും കൂടെ വാങ്ങിച്ച ആൾക്ക് 30% മാർക്ക് കിട്ടുമായിരുന്നു അല്ലെ? അപ്പൊ 20%-നോടൊപ്പം ശരിക്കും 20 കൂട്ടുമ്പോൾ 30% കിട്ടണമെങ്കിൽ ഈ 20 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജാ? 10% അല്ലേ? അല്ലെ? എന്തിന്റെ? ടോട്ടൽ മാർക്കിന്റെ അല്ലെങ്കിൽ മാക്സിമം മാർക്കിന്റെ 10% ആണ് 20 ആണല്ലോ. 20% പ്ലസ് 10% ആണല്ലോ 30%. ആ 10%ന്റെ സ്ഥലത്ത് കിടക്കുന്ന സാധനമാണ് 20. അപ്പൊ ആ 10% 20 ആണെങ്കിൽ വാട്ട് ഈസ് 100% ഓഫ് ദാറ്റ് മാർക്ക്? എത്രയാണ് 100%? 10% 20 ആണെങ്കിൽ അല്ലെ? അതായത് ടോട്ടൽ മാർക്കിന്റെ 10% ആണ് 20. അപ്പൊ അതിന്റെ 100% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് കിട്ടില്ലേ? സോ 10% 20 ആണെങ്കിൽ വാട്ട് ഈസ് 100%? എന്താ ചെയ്യേണ്ടത്? ഒരു 0 കൂടെ അതിനോട് പെട്ടില്ലേ? 10% 100% ആണെങ്കിൽ ഒരു 0 കൂടെ വരണം. 20 എന്ന് പറയുന്നതിന് 100% പറയുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 200 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാലാണ് എത്ര മാർക്ക് കിട്ടിയാലാന്നല്ല, ആളുടെ ടോട്ടൽ മാക്സിമം മാർക്ക് എത്രയാണ്? 200. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കാം? 200-ന് എത്ര പെർസെന്റേജ്? 30%. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം കേട്ടോ. എത്രയാണ് ജയിക്കാൻ വേണ്ട മാർക്ക് എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് 200-ന്റെ എത്ര പെർസെന്റേജ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 10% കിട്ടിയല്ലോ 20 എന്നുള്ള, അതിന്റെ 30% 3 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പൊ എത്ര കിട്ടാം? 20 ആണ് 10%. അപ്പൊ 20 × 3 60 ആയിരിക്കും ജയിക്കാൻ വേണ്ട മാർക്ക്. ക്ലിയർ ആണല്ലോ? യെസ്. അയാൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? 20% പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? 20 ആണ് 10%. സോ 20% പറയുമ്പോൾ 40 മാർക്ക് അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോകണം കേട്ടോ. If a number first decreased by 20% and then decreased by 10%, the net change is എന്നാ പറയുന്നത് അല്ലെ? സോ ഒരു നമ്പർ പെർസെന്റേജിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിക്രീസ് ചെയ്തു ആൻഡ് ഇൻക്രീസ് ചെയ്തു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മൈനസ് റേറ്റ് എടുക്കാം. അപ്പൊ ആദ്യം എത്ര പെർസെന്റേജ് ഡിക്രീസ് ചെയ്തു? 20% ഡിക്രീസ് ചെയ്തു. അപ്പൊ -20 എന്ന് എടുക്കും. ദെൻ ഡിക്രീസ്ഡ് ബൈ 10% എന്ന് പറയുമ്പോൾ അഗെയിൻ മൈനസ് എടുക്കാം, 10 എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര പെർസെന്റേജ് ഡിക്രീസ് ചെയ്തു? 10% ഡിക്രീസ് ചെയ്തു. അപ്പൊ -20 -10 എന്ന് എഴുതാം. ഇനി ഒരു കാര്യം കൂടെ അവിടെ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടിന്റെ ചിഹ്നങ്ങൾ ഏതാണ്? ഇവിടെ ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യത്തിന്റെ ചിഹ്നം മൈനസ് ആണ്, രണ്ടാമത്തിന്റെ ചിഹ്നവും മൈനസ് ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ്
പ്ലസ് എന്നിവിടെ എഴുതാം. എന്നിട്ട് ആ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ച് മുകളിൽ എഴുതാം 20 ഇൻറ്റു 10. ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെയാണോ ചിഹ്നങ്ങൾ വരുന്നത്, അവിടെ ഇപ്പൊ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ +20 എന്നായിരുന്നു എഴുതുന്നുണ്ടാവാം. ആദ്യത്തെ കേസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ 20 എന്ന് നമ്മൾ എഴുതുമായിരുന്നു. ആൻഡ് രണ്ടാമത്തെ 10% ഡിക്രീസ് എന്ന് പറയുമ്പോൾ -10 എന്ന് എഴുതുമായിരുന്നു. അപ്പൊ ആദ്യത്തെ ചിഹ്നം 20 ചിഹ്നം പ്ലസ് ആണ്, രണ്ടാമത്തെ ചിഹ്നം മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്ലസ് എഴുതിയതിന് പകരം എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതിയതിനു ശേഷം രണ്ട് സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ എഴുതാം 100 എന്ന് എഴുതാം. ഇതായിരിക്കും നെറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സാധനം. ഒരു സാധനം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്തു. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പേഴ്സണേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. എത്ര പെർസെന്റേജ് ആണ് നെറ്റ് ചേഞ്ച് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് കാണാം. ഓക്കെ, അപ്പൊ -20 -10 പ്ലസ് 20 ഇൻറ്റു 10/100 എത്രയാണ്? -20 -10 -30 എന്ന് കിട്ടും അല്ലെ? 20 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ 2 ഇൻറ്റു 1 2 എന്ന് കിട്ടും. അപ്പൊ -30 + 2 എത്രയായിരിക്കും? -30 + 2 -28. അപ്പൊ ആൻസർ -28 ആണെങ്കിൽ അതിന്റെ അർത്ഥം 28% ഡിക്രീസ് എന്നായിരിക്കും. ഇൻക്രീസ് അല്ല, എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. അപ്പൊ എത്ര പെർസെന്റേജ് ഡിക്രീസ് ആണ്? 28% ഡിക്രീസ് ആണ്. മറ്റേതാണെങ്കിലോ ഇൻക്രീസ് ആണ്. അത് പ്ലസ് ആണ് വരുന്നെങ്കിൽ, ആൻസർ പ്ലസ് ആണ് വരുന്നെങ്കിൽ ഇൻക്രീസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ എത്രയാ? 28% ഡിക്രീസ് ആണ് നെറ്റ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 30% ആയിരിക്കുന്നത്. കാരണം ആദ്യം ഡിക്രീസ് 20% ചെയ്തു, പിന്നെ 10% ചെയ്തു. പക്ഷെ അത്രയല്ല വരാം. മൊത്തത്തിൽ ആ നമ്പറിന് എത്ര ചേഞ്ച് വന്നു എന്ന് വെച്ചാൽ, ആദ്യം ഉണ്ടായിരുന്ന നമ്പറിന് എത്ര ചേഞ്ച് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 28% ഡിക്രീസ് ആയിരിക്കും വന്നിട്ട്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If 25 is added with 25% of a number, അല്ലെ, we will get 35% of that number. What is the number എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 25% of a നമ്പറിനോടൊപ്പം അല്ലെ, 25% of a നമ്പറിനോടൊപ്പം നമ്മൾ എത്ര ആഡ് ചെയ്തു? 25 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35% കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 25 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25%-നോടൊപ്പം എത്ര പെർസെന്റേജ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 35% കിട്ടാം? യെസ്, നമ്മളൊന്നും നോക്കണ്ട, 10% അല്ലെ? അപ്പൊ 10% 25 ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആ നമ്പറിന്റെ 10% 25 ആണെങ്കിൽ എത്രയായിരിക്കും നമ്പർ? 250 അല്ലെ? നമ്മൾ ചെയ്തു കുറച്ച് മുമ്പ്. ഒരു 0 ഇട്ട് കൊടുക്കാം, 250 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? ഒരു നമ്പർ ആദ്യം 30% ഇൻക്രീസ് ചെയ്തു, പിന്നെ 10% ഡിക്രീസ് ചെയ്തു. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ചെയ്തു പോയാലോ? എന്താ ചെയ്യേണ്ടത്? 30% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ +30, then decreased by 20% എന്ന് പറയുമ്പോൾ -20, പിന്നെ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലെ? പിന്നെ 30 ഇൻറ്റു 20 by 100 അല്ലെ? ഇതിൽ പൂജ്യങ്ങൾ നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. സോ 30 - 20 എന്ന് പറയുമ്പോൾ 10 ആണ്. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. അപ്പൊ 10 - 6 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4% ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷനിൽ ഇല്ല. സോ എത്രയായിരിക്കും? 4% ആയിരിക്കും. ദാറ്റ് മീൻസ് എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയിരിക്കും? 4% ഇൻക്രീസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ എന്താണ് ഇവിടെ ഉണ്ടായേ മിസ്റ്റേക്ക്? നമ്മള് 20% അടുത്ത് ശരിക്കും എത്ര പെർസെന്റേജ് ആണ്? 10% ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 30% ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ 10% ഡിക്രീസ് ചെയ്തു. ഇതിനെ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 30% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ +13 അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ എടുക്കാം? ഇൻക്രീസ് ചെയ്തു പറയുമ്പോൾ പ്ലസ് ആയിട്ട് എടുക്കണം. ആൻഡ് ഡിക്രീസ് ബൈ 10% എന്ന് പറയുമ്പോൾ -10 അല്ലെ? പിന്നെ നമ്മൾ നോക്കി 30ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, 10ന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കും വരാം. പിന്നെ എന്ത് ചെയ്യണം? 30 ഇൻറ്റു 10/100 എന്ന് എഴുതണം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ആയി പോവും എന്നറിയാം. അടുത്ത 30 - 10 എത്രയാണ്? 30 - 10 എത്രയായിരിക്കും വരിക? 20 ആയിരിക്കും വരിക അല്ലെ? പിന്നെ -3 ഇൻറ്റു 1 പറയുമ്പോൾ 3 കിട്ടും. അപ്പൊ ദാറ്റ് മീൻസ് 20 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 17 ആണ് അല്ലെ? സോ ദാറ്റ് മീൻസ് 17% എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. 17% ഇൻക്രീസ് പ്ലസ് 17 ആയതുകൊണ്ട് തന്നെ 17% ഇൻക്രീസ് ആയി സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡിക്രീസ് അല്ല, 17% ഇൻക്രീസ് ആയിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ?
പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്താണ് വരുന്നത്? ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി is 25,000 in 2020 and it increases 10% in 2021 and in the next year, that means in 2022 it again increases 10%, then the population at the end of 2022 is എന്നാണ് പറഞ്ഞത് അല്ലെ? സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താ ചെയ്തേക്കണ? ഒരു വർഷം ആദ്യം 10%, അടുത്ത വർഷം അതിന്റെ 10% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെറ്റ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് അല്ലെ? എങ്ങനെയപ്പോ നമ്മൾ ചെയ്ത്? ആദ്യം 10% ഇൻക്രീസ് ചെയ്തു, then again 10% ഇൻക്രീസ് ചെയ്തു. സോ എല്ലാം പ്ലസ് ആണ്, രണ്ടും പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്ലസ് ആയിരിക്കും വരിക. പിന്നെ 10 into 10 by 100. സോ ഇതിലെ പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ 20 20 പ്ലസ് 1 എത്ര വരിക? 21% എന്താ ചെയ്തിട്ടുണ്ടാവുക? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തിന്റെ 21%? 25,000 21%. അപ്പൊ 25,000ന്റെ 10% എത്രയായിരിക്കും? 2,500 ആയിരിക്കും. 20% എത്രയായിരിക്കും? 5,000 ആയിരിക്കും. ഇനി ഒരു 1% കൂടെ കാണാം. എത്രയാണ് 1%? 250 ആണ്. അപ്പൊ 5,000 250 കൂടെ ചേർത്തിട്ട് 5,250 ആയിരിക്കും ടോട്ടൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ. എന്തിനേക്കാൾ? 20,000 ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലെ? പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി 25,000 ആയിരുന്നു, അതിനേക്കാൾ 5,250. ദാറ്റ് മീൻസ് 25,000 പ്ലസ് 5,250 എത്രയാണ്? 30,250 ആയിരിക്കും. സോ ആൻസർ എത്രയാ? 30,250 ആയിരിക്കും ഇവിടുത്തെ 2022 കഴിയുമ്പോഴേക്കുള്ള എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സാധനം. ഓക്കെ, അപ്പൊ ആദ്യം 10% ഇൻക്രീസ് ചെയ്തു, പിന്നെയും 10% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് 10, പിന്നെ 2 പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 10 into 10 by 100. സോ 20 പ്ലസ് 1 എന്ന് കിട്ടും. 21% ആയിരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം? 25,000ന്റെ 21% കണ്ടുപിടിച്ചപ്പോൾ 5,250 കിട്ടി. ദാറ്റ് മീൻസ് 25,000 നിന്ന് 5,250 കൂടി എന്ന് പറയുമ്പോൾ എത്ര വരിക? 30,250 ആയിരിക്കും പുതിയ പോപ്പുലേഷൻ. ക്ലിയർ ആണല്ലോ? യെസ്, റീസണിംഗ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലെ? ടീമിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത്? UGDQ എന്ന് റെപ്രസെന്റ് ചെയ്തു അല്ലെ? ടീം എന്നുള്ള സാധനത്തിനെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു ബന്ധം കണ്ടുപിടിക്കാം. TUI അല്ലെ? അപ്പൊ ജസ്റ്റ് പ്ലസ് 1 കൂടി, ആൻഡ് ഈ GI അപ്പൊ എത്ര വന്നിക്കണ? F കഴിഞ്ഞ് G വന്നു, അപ്പൊ എത്ര കൂടി? 2 കൂടി അല്ലെ? ADI ദാറ്റ് മീൻസ് BCD മൂന്നാമത്തെ D, അപ്പൊ 3 കൂടി. M എത്രയായി? QI ദാറ്റ് മീൻസ് NOPQ 4 കൂടി അല്ലെ? സോ ദാറ്റ് മീൻസ് 1 2 3 4 അല്ലേ ചേഞ്ച് വരുന്നത്. അപ്പൊ റോഡ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഇതായിട്ടുണ്ടാവുക? റോഡ് ആദ്യം PQR S വന്നു, പിന്നെ PQ അല്ലെ? O എന്തായി മാറി? Q ആയി മാറി. BCD AD ആയി മാറണം അല്ലെ? സോ SQDH എന്ന് കിട്ടി അല്ലെ? സോ ഇത് ഓരോന്നും ചെയ്യാൻ നിങ്ങൾ നിൽക്കണം. ആദ്യത്തെ എസ് ആണ്, എല്ലാ ഓപ്ഷനിലും ആദ്യത്തെ എസ് ആയതുകൊണ്ട് നമുക്ക് അതൊരു ഡൗട്ട് വരാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനിലാണ് പിന്നെ ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇത് കണ്ടുപിടിക്കുക. O കഴിഞ്ഞ് ഏത് വരണം എന്നുള്ളത് കണ്ടുപിടിക്കുക. O കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനം P കഴിഞ്ഞ് Q വരണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ 2 ഓപ്ഷൻസ് SNPC എന്ന് പറയുന്ന A ഓപ്ഷനും C ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ, പക്ഷെ BO DO ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ ഇനി മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ അല്ല, മൂന്നാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാം. A കഴിഞ്ഞ് എന്ത് വരണം എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ BCD മൂന്നാമത്തെ ആണല്ലോ വരേണ്ടത് അല്ലെ? A കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ വരണം. സോ D ആണ് വരേണ്ടത്. സോ അങ്ങനെയാകുമ്പോ ഇനി നമുക്ക് ബാക്കിയൊന്നും നോക്കേണ്ട, SQTH എന്നുള്ള സാധനം എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മിസ്റ്റേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ അല്ലെ? പക്ഷെ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിനകത്ത് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് അതിൽ മിസ്റ്റേക്ക് വന്നത്. സോ ഇത് ഇപ്പൊ നമ്മൾ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് കേട്ടോ. എനെ നമ്മൾ മൈനസ് എന്നും, ബിനെ മൾട്ടിപ്ലൈഡ് ബൈ എന്നും, സിനെ ഡിവൈഡഡ് ബൈ എന്നും, ഡിനെ പ്ലസ് എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 3B അല്ലെ? പിക്ക് എന്താണ് സൂചിപ്പിക്കേണ്ടത്? മൾട്ടിപ്ലൈഡ് ബൈ ആണ്. 3 into 2. സിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ ആണ് അല്ലെ? 2. ഓക്കെ, ഇവിടെ വീണ്ടും എ വന്നിരിക്കുന്നു അല്ലെ? സോറി, 2C മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ സപ്പോസ് അത് 2C ആയിരിക്കില്ല, 2A ആയിരിക്കും കേട്ടോ. 2A ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? A ആണെങ്കിൽ മൈനസ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ മൈനസ് ഇട്ടു അല്ലെ? പിന്നെ 4D, ഡിക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? പ്ലസ് ആണ് അല്ലെ? പ്ലസ് 5B, പിക്ക് എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ 2 എന്നാണ്. ഓക്കെ, സോ ഇപ്പൊ എത്രയായിരിക്കും വരിക? 3 into 2 അല്ലെ? നമ്മൾ ആദ്യം ചെയ്യണം 6 minus 4 plus 10 എന്ന് വരും അല്ലെ? ഓക്കെ, അതിന്റെ ആൻസറും ഇതിനകത്തില്ല. സോറി, 16 minus 4 12 ആണ് വരിക അല്ലെ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ വീണ്ടും മിസ്റ്റേക്ക് വന്നു.
നമ്മൾ ആലോചിച്ചിട്ടതൊക്കെയാണ്, പക്ഷെ അതിനകത്ത് എന്തോ ഒരു സിഒ എയോ കേടിപ്പോയി. സി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. അപ്പൊ അത് വീണ്ടും മിസ്റ്റേക്ക് വന്നു, സോറി ഫോർ ദാറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഇതിന് ആൻസർ 12 ആയിരിക്കും. അവിടെ എന്താണെങ്കിൽ സി അല്ല എ ആണെങ്കിൽ അതിന്റെ ആൻസർ എത്രയായിരിക്കും? 6 + 10 16, 16 - 4 12 ആയിരിക്കും വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 213നെ നമ്മൾ വൈറ്റ് ഈസ് സൂപ്പർ എന്ന് കോഡ് ചെയ്തു. 257നെ നമ്മൾ ഹീസ് എലോൺ എന്ന് കോഡ് ചെയ്തു. 189 എന്നുള്ളതിനെ നമ്മൾ വൈറ്റ് ഷോ ജെന്റിൽ എന്ന് കോഡ് ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ കോഡ് ഫോർ സൂപ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സൂപ്പറിന്റെ കോഡ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൂപ്പർ എവിടെ കിടക്കുന്നത്? ഇത് എവിടെയാണ് അല്ലെ. അപ്പൊ സൂപ്പറിൽ ഒന്നുകിൽ 2 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കാം, അല്ലെങ്കിൽ 3 ആയിരിക്കാം. അപ്പൊ ആ 3 ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ട് അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സൂപ്പർ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കണം. വേറെ എവിടെയെങ്കിലും സൂപ്പർ വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ വൈറ്റ് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? വൈറ്റ് എന്നുള്ള സാധനം, യെസ്, വൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതിൽ രണ്ടിലും കോഡ് കമ്പയർ ചെയ്തിട്ട് വൈറ്റിന് ഏതായിരിക്കും വരിക നോക്കി. 213 എന്നുള്ളതാണ് വൈറ്റ് ഈസ് സൂപ്പർ. 189 എന്നുള്ളതാണ് വൈറ്റ് ഷോ ജെന്റിൽ എന്നുള്ള സാധനത്തിന് വരിക അല്ലേ. അപ്പോ ദാറ്റ് മീൻസ് വൈറ്റിന് എന്താണ് സൂചിപ്പിക്കുന്നത്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സാധനം ഏതാ? 213ലും 189ലും കോമൺ ആയിട്ട് വരുന്ന സാധനം ഏതാ? 1 ആണ്. അപ്പോ വൈറ്റിന് കോഡ് ഇരിക്കുന്ന 1 ആണ് എന്നുള്ള ഉറപ്പിച്ചു അല്ലെ. ഇനി ഈസ് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കി. ഈസ്, യെസ്, ഹീസ് എലോൺ എന്നുള്ള സ്ഥാനത്ത് ഈസ് വരുന്നുണ്ട് അല്ലെ. 213നെ വൈറ്റ് ഈസ് സൂപ്പർ എന്നും ഹീസ് എലോൺ എന്നുള്ളതിനെ 257 എന്നുമാണ് കോഡ് ചെയ്യുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സാധനം ഏതാ? 2 ആണ് അല്ലെ. ഈസിന് കോഡ് ചെയ്തിരിക്കുന്ന ഏതായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1ഉം 2ഉം വൈറ്റിനും ഈസിനാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൂപ്പർ ചെയ്തിരിക്കുന്ന ഏതായിരിക്കും? 3 ആയിരിക്കും അല്ലെ. അപ്പൊ കോഡ് ഫോർ സൂപ്പർ എത്രയാണ്? 3 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലെ. വാട്ട് ഈസ് 55.5% ഓഫ് 1220 എന്നുള്ളതാണ് ചോദ്യം അല്ലെ. 55.5% ഓഫ് 1220 നമ്മൾ കാണണം. സോ എങ്ങനെ കാണും? 55.5% എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 50% പ്ലസ് 5% പ്ലസ് 0.5%. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 5ഉം 55ഉം 0.5 കൂടെ കൂട്ടുമ്പോൾ 55.5% കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1220ന്റെ 50% കണ്ടുപിടിക്കണം. എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് പറയുന്നത്. 1220ന്റെ 50% എന്ന് പറഞ്ഞാൽ നേരെ പകുതി അല്ലെ. 1220ന്റെ 50% എത്രയായിരിക്കും? 1200ന്റെ പകുതി പറഞ്ഞാൽ 600 ആണ്. 20ന്റെ പകുതി 10 ആണ്. സോ 1220ന്റെ പകുതി എത്രയായിരിക്കും? 610 ആയിരിക്കും അല്ലെ. പ്ലസ് 5% എന്ന് പറയുമ്പോൾ 610ന്റെ 610 ആണ് 50% എങ്കിൽ 5% എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 61 ആയിരിക്കും. 0.5% എന്ന് പറയുമ്പോൾ 5% നിന്ന് ഒരു പോയിന്റ് മാറിയതാണ് 0.5% അല്ലെ. 5%ത്തിന് ഇപ്പുറത്തേക്ക് ലെഫ്റ്റിലേക്ക് ഒരു പോയിന്റ് മാറിയതാണ് 0.5%. അപ്പൊ 61ന്റെ ഇടയ്ക്ക് 61ലും ഒരു പോയിന്റ് ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 6.1 ആയിരിക്കും 0.5%. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. 610 60 കൂട്ടിയാൽ 670, 671, 671 6.1 എന്ന് പറയുമ്പോൾ 677.1 ആയിരിക്കും ആൻസർ. കണ്ടോ? എളുപ്പത്തിൽ കിട്ടും. മറ്റേ നമ്മള് ഗുണിച്ചൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ 55% ഓഫ് 1220 എന്നുള്ളതാണ് 55.5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1220 എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം വെറുതെ പോകും. 55.5നെ 122 കൊണ്ട് ഗുണിക്കേണ്ടി വരും. പിന്നെ അതിന് 10 വെച്ച് ഹരിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതിലൊന്നും മെനക്കെടണ്ട. ജസ്റ്റ് 55.5% 50%, 5%, 0.5% എന്നാലോചിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സാധനമാണ് എന്നാലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത അതെന്താണ്? മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. 17, 34, 51, 85, 102 ഇങ്ങനെ വന്നേക്കണം. എന്തായിരിക്കും വരിക? ഇവിടെ നോക്കൂ, 17ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ. 17 അല്ലെങ്കിൽ 17 വെച്ച് കൂട്ടി പോകുന്നു എന്ന് ആലോചിച്ചാലും മതി. ആദ്യം ഒരു 17 17, 2 17 34, 3 17 51, 4 17 നിങ്ങൾക്ക് കാണാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ 51ന്റെ ഒപ്പം എന്ത് കൂട്ടിയാൽ മതി? 17 കൂട്ടിയാൽ മതി അല്ലെ. 51 17 എത്ര വരിക? 7 1 8 5 1 6. സോ എത്രയായിരിക്കും ആൻസർ? 68 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ആൻസർ എത്ര വരിക? 68. സോ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അഗെയിൻ ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. ഞാൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിയത് കൊണ്ട് ഒന്നും കൂടി ഇട്ട് നോക്കിയതാണ്. പക്ഷെ അതിനകത്തും വീണ്ടും മിസ്റ്റേക്ക് വന്നു. സോറി ഫോർ ദാറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ
ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇതിന്റെ ഒക്കെ ആൻസർ കിട്ടും. സോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഇന്ന് കുറച്ച് സ്പീഡിലാണോ എന്ന് എനിക്കറിയാം. പക്ഷെ ആ സ്പീഡ് നമുക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ആ ഒരു സ്പീഡ് വരണം. ഓക്കെ, ഇത്രയും സ്പീഡ് വന്നാൽ പോരാ. ഇതിപ്പോ ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ആ ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെവലിലേക്ക് മാറണം. സോ അത് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തു നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്താലും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു മോഡലിലേക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ആവുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഇട്ട് ചെയ്തു നോക്കുക, സ്പീഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അപ്പൊ അത്രയും അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.